ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതലുള്ള ഭാഗങ്ങളാണ്. അരിമനാഥൻ ശ്ലീഹന്മാരോട് പറയാണ്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയണം. ലോകം മുഴുവൻ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് അറിയേണ്ടതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മൾ ഇന്ന് ആരാണ്? യേശുവിന്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ക്രിസ്ത്യാനികൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. പക്ഷേ ക്രിസ്തു പറയാണ്, അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണെന്നോ? അന്യോന്യം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിച്ചാൽ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് നമ്മൾ അറിയും. ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. സ്നേഹം പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ഷമയുണ്ട് കേട്ടോ, അതിൽ കരുണയുണ്ട്, അതിൽ സഹനമുണ്ട്. അതുകൊണ്ടല്ലേ 1 കൊരിന്ത്യർ 13 ഓർമ്മിപ്പിക്കുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല എന്നുള്ളതൊക്കെ. യേശുവിന്റെ മക്കളാണെന്ന് നമ്മളെന്നറിയാൻ പരസ്പരം നമുക്ക് സ്നേഹിക്കാം. അത് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലാവാം, നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളോടാകാം, സഹോദരങ്ങളോടാകാം, നമ്മുടെ മക്കളെ ഇങ്ങനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്നതിലാകാം. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുകയല്ലേ, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തെ പകർന്നു കൊടുക്കുമ്പോൾ ഇയാളാണ് ക്രിസ്ത്യാനി, ഇവരാണ് ക്രിസ്ത്യാനി എന്നുള്ളൊരു തോന്നൽ ചുറ്റുപാടുകൾക്കുണ്ടാകും. സ്നേഹം കൊണ്ട് മാത്രമേ ഈ ലോകത്തെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ കേട്ടോ. സ്നേഹമുള്ള വാക്കുകൾ, സ്നേഹമുള്ള പുഞ്ചിരികൾ, സ്നേഹമുള്ള ഇടപെടലുകൾ നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തു ശിഷ്യന്മാരായി നമുക്ക് തീരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.